Closed doors, I'm a fool for your love. ഹലോ ഗുഡ് മോർണിംഗ്. അങ്ങനെ ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് പൊക്രയിലാണ്. അങ്ങനെ നമ്മളിപ്പം എല്ലാം അവിടെ എല്ലാം കഴിഞ്ഞിരുന്ന ശേഷം പൊക്രയിൽ എത്തിയിരിക്കുകയാണ്. പൊക്രയിൽ ഏതാണ്ട് ഒരു 2 അല്ലെങ്കിൽ 3 ദിവസം കാണും. അപ്പോൾ നമ്മളുടെ കൂടെയുള്ള ബാക്കി ഇപ്പം 4 പേരല്ലേ, ഇനി ഒരു 2 പേരുടെ വരുന്നുണ്ട്. നമ്മുടെ നെഹാസും അതുകൊണ്ടൊക്കെയാണ് നമ്മളുടെ റിയാസും കൂടെ വന്ന് ജോയിൻ ചെയ്യുന്നുണ്ട്. ഇന്ന് വൈകിട്ട് അവരെത്തും. അപ്പം നമ്മൾ ഇന്ന് ഇവിടുന്ന് പൊക്രയിലുള്ള സൈറ്റ് സീൻ കാണാൻ വേണ്ടിയാണ് പോകുന്നത്. അപ്പം ഇവിടുന്ന് ഒരു ബസ്സാണ് നമ്മൾ ബസ്, ആ ബസ്സിലാണ് നമ്മൾ പോകാൻ പോകുന്നത്. അതിൻ്റെ റേറ്റ് എത്രയായി, കാര്യങ്ങൾ എത്രയാണെന്ന് ഞാൻ ഡീറ്റെയിൽസ് പറയാം. ഓക്കെ, അപ്പോൾ നമുക്ക് കൂടുതൽ വിശേഷങ്ങളുമായി കാണാം. കമോൺ. അപ്പോൾ ഗൈസ്, ഇതാണ് പൊക്ര ബസ് സ്റ്റാൻഡ് എന്ന് പറയുന്നത്. ഇവിടാണ് പൊക്ര ബസ് സ്റ്റാൻഡ്. അപ്പോൾ ഞങ്ങൾ ഇന്ന് രാവിലെ വന്നിവിടെ റീച്ച് ആയിട്ടുണ്ട്. തൊട്ടടുത്ത് തന്നെയാണ് ഇവിടെ എയർപോർട്ട്. എല്ലാം പ്രൈവറ്റ് ജെറ്റുകളാട്ടോ. പൊക്ര ബസ് സ്റ്റാൻഡാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ ഇതിനടുത്ത് തന്നെ ധാരാളം ഷോപ്പുകളും എല്ലാം ഉണ്ട്. ഇവിടെ എല്ലാം ധാരാളം റെസ്റ്റോറൻറ്റുകളും അതേപോലെ തന്നെ ഹോട്ടൽസ് ഉണ്ട്. ബസ്സിൻ്റെയൊക്കെ ബാക്ക് സൈഡ് കണ്ടോ, അവിടെ എല്ലാം ധാരാളം ഹോട്ടൽസ് എല്ലാം ഉണ്ട്. അപ്പോൾ ഞങ്ങൾ റൂം എടുത്തേക്കുന്നത് ആ ബസ്സിൻ്റെ ബാക്ക് സൈഡിലിട്ടാണ് നമ്മൾ റൂം എടുത്തേക്കുന്നത്. ഹോട്ടൽ റോയൽ കാസി എന്ന് പറയുന്നൊരു ഹോട്ടലിലാണ് നമ്മൾ റൂം എടുത്തേക്കുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ നിന്നാണ് ഞങ്ങൾ രാവിലെ ലഞ്ച് കഴിച്ചത്. അപ്പം നമുക്കുള്ള ബസ് ഇതാ ഇവിടെ എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഈ കടയിലുള്ളവരാണ് നമുക്ക് ബുക്ക് ചെയ്ത് തന്നത്. അപ്പോൾ ഇവിടെ ഉള്ളവർ വന്നു കഴിഞ്ഞാൽ ഉടനെ പറയും സൈറ്റ് സീൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ടിക്കറ്റ് ഞങ്ങൾ എടുത്തുതരാമെന്ന് പറഞ്ഞ് നമ്മളുടെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിച്ചിട്ട് അവർ തന്നെ ബുക്ക് ചെയ്യും. ഇപ്പോൾ സമയം ഏകദേശം 9 മണിയാകുമ്പോഴത്തേക്ക് ഈ വണ്ടി എടുക്കുമെന്നാണ് പറഞ്ഞത്. ഏത് വണ്ടി അറിയത്തില്ല, ഇതാണോ എന്ന് അറിയത്തില്ല, നോക്കിയാലേ അറിയത്തുള്ളൂ. അപ്പോൾ ഞങ്ങളുടെ കൂടെയുള്ള ബാക്കി എല്ലാവരും റെഡി ആയിട്ടിരിക്കുകയാണ്. രാവിലെ ഇവിടെ നിന്നാണ് ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചത്. അപ്പം വെള്ളമൊക്കെ വാങ്ങിച്ചു. ഇനിയിപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് നേരെ യാത്ര ചെയ്യാം. പൊക്രയിൽ നിന്നും നമ്മൾ അങ്ങോട്ടാണ് പോകുന്നത്. അപ്പോൾ നമ്മുടെ വണ്ടി അത് രണ്ടും എല്ലാം തോന്നുന്നു. കണ്ടിട്ട് എനിക്ക് ഒന്ന് വേറെ ഇടാൻ തോന്നുന്നു. അമ്മയെല്ലാം അങ്ങോട്ട് പോകുന്നുണ്ട്. നമുക്ക് നോക്കാം ഏത് വണ്ടിയാണ്. നടന്ന് വണ്ടികളെല്ലാം കിടക്കുന്നതിൻ്റെ ഏറ്റവും ബാക്ക് സൈഡ് വന്നു. നമ്മുടെ റൂം എന്ന് പറഞ്ഞത് ആർക്കാണ് നമ്മുടെ റൂം മേലെ കണ്ടോ. അപ്പോൾ നമുക്ക് നേരെ അങ്ങോട്ട് പോവാം. ഇതിൻ്റെ ബാക്ക് സൈഡിലാണ്ടാന്ന് തോന്നുന്നു. ഈ ഗാഡിയാണോടാ. അപ്പോൾ ഈ വണ്ടിയാന്ന് തോന്നുന്നു, അറിയില്ല, നമുക്ക് നോക്കാം. നമ്മൾ വണ്ടി കയറി, നമുക്ക് പോകാനുള്ള വണ്ടി വന്നു. അപ്പോൾ നമ്മൾ വണ്ടിയിലിരിക്കുകയാണ്. അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് പൊക്കാറയിലാണ്. നമ്മൾ നേപ്പാളിലെ പൊക്കാറ എന്നുള്ള സ്ഥലത്താണ് നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ ഇന്നലെ വരെയുള്ള യാത്ര നിങ്ങൾ കണ്ടു കാണുമല്ലോ. അപ്പോൾ അതിനകത്ത് കുറച്ച് വോയിസുകളും കാര്യങ്ങളും ഇടാൻ പറ്റിയില്ല. കാരണം കുറേ നമ്മൾ മൊണാസ്ട്രികളും കാര്യങ്ങളും വിസിറ്റ് ചെയ്തായിരുന്നു. അവിടെ നിന്ന് നമുക്കധികം എന്താ പറയുക ഡീറ്റെയിൽസ് ആയിട്ട് കാര്യങ്ങൾ പറയാൻ പറ്റില്ല. ഇവിടെ എയർപോർട്ട് ഇവിടുത്തെ നമുക്ക് തൊട്ടടുത്ത് കണ്ടോ, നമുക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റും. ഇവിടുത്തെ എയർപോർട്ട് പൊക്കാറിലെ എയർപോർട്ടായി കാണുന്നുണ്ടോ.
കാരണം നമ്മളെവിടെ കൊണ്ടുവരെ നിർത്തി ഇവിടുന്ന് വരണം പറഞ്ഞു. നമുക്ക് പോകാനുള്ളത് അപ്പുറത്തോട്ടാണെന്നാണ് പറഞ്ഞത് കേട്ടോ. നോക്കട്ടെ. ഇവിടെ ഉള്ളേ ബാ സമയം എത്ര 10 മിനിറ്റ് ഉള്ളതെന്ന് തോന്നുന്നു. ചോദിച്ചാ പയ്യനോട് നിങ്ങൾ ചോദിച്ചു എപ്പോൾ റിട്ടേൺ അവരുടെ കാലല്ലേ. നമ്മൾ അവിടുന്ന് ഇറങ്ങി മെയിൻ റോഡിൽ എത്തി. മെയിൻ റോഡിൽ ഇവിടുന്ന് എങ്ങോട്ടാണ് പോകുന്ന കാര്യത്തില്ല. നമുക്ക് നോക്കാം ഇത് എവിടോട്ടാണ് പോകുന്നതെന്നൊന്നും ഒരു പിടുത്തമില്ല. ഇപ്പം പിടിയിട്ടോ. നമ്മളിപ്പോൾ പോകാൻ പോകുന്നത് ഡേവീസ് ഫോൾ എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാട്ടോ. എന്താണെന്ന് അറിയില്ല, നമുക്ക് പോയി നോക്കാം. ഇവിടെ ബോർഡ് കണ്ടു, നമ്പൂർ വാട്ടർഫോൾ ആട്ടോ. അതുകൊണ്ട് നമുക്ക് പോകേണ്ടത് പൊക്രയിലെ ഡേവീസ് ഫോളിലേക്ക് നമ്മൾ പോകേണ്ടത്. അപ്പോൾ ഇവിടുത്തെ ടിക്കറ്റ് എന്ന് പറയുന്നത് പെർ പേഴ്സൺ 100 രൂപ കേട്ടോ, നേപ്പാളി മണി. ഇവിടുന്ന് തൊട്ടടുത്ത് തന്നെ ധാരാളം ഷോപ്പിംഗ് സെൻറ്ററുകളുണ്ട്. ഇഷ്ടംപോലെ സ്ട്രീറ്റ് ഇഷ്ടംപോലെ ഉണ്ട്, ധാരാളം. എല്ലാം ബുദ്ധൻ്റെ ബേസിലുള്ള സംഭവങ്ങളാണ്. നമുക്കപ്പോൾ ടിക്കറ്റ് എടുക്കാം. പോകൂ, അകത്ത് കയറൂ. ഇന്ന് ലാവേ അന്നപൂർണ ഹിമാലയൻ റേഞ്ച്. നമ്മളപ്പോൾ അതിലേക്ക് കയറി. ഇത് ഇവിടെ കാണിക്കുന്നുണ്ട് അന്നപൂർണ ഹിമാലയൻ റേഞ്ച് എന്ന് പറഞ്ഞൊരു ഡമ്മി ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ അന്നപൂർണ ഹിമാലയൻ റേഞ്ച് എന്ന് പറഞ്ഞൊരു ട്രക്കിംഗ് ആട്ടോ. ഇവിടെ തന്നെ ഉള്ളതാണ്, ഫുൾ ഐസുള്ളൊരു മലയാണ്. മല ഇവിടെ നിന്നാൽ കാണത്തില്ല, അപ്പുറത്ത് നിന്നാൽ കാണാം. നമ്മൾ റൂമിലിടന്നാൽ കാണാൻ പറ്റും. പക്ഷെ അപ്പോൾ ഇതാണ് ഇവിടെ കാണാനുള്ളത്, കേവാണ് സംഭവം. ഈ കേവിനകത്തോടാണ് ഈ വെള്ളച്ചാട്ടം വരുന്നത്. രസമുണ്ട് കേട്ടോ, നല്ല രസമാണ് ആ ഒരു വെള്ളച്ചാട്ടം. എന്താ ഇതിനടിയിൽ കൂടെയാണ് പാസ് ചെയ്ത് പോകുന്നത് വെള്ളം. അതായത് ഈ ഭൂമിക്കടി കൂടെ. അത് അങ്ങോട്ടും അടിപൊളിയാണ്, ദൂരെ അങ്ങോട്ടവിടെ. പക്ഷെ നമുക്കത് വ്യക്തമല്ല. അത് ആ ഭാഗം കൊണ്ടോ ഇവിടുന്ന് ഇങ്ങോട്ട് വരുന്ന അടിപൊളിയാണ്. ഓരോ ടൂറിസ്റ്റുകൾ മേളൊക്കെ തന്നെ ഇവിടെ നിന്നാണല്ലേ കാണുന്നത്. താഴെ വീണ പൊടി പോലും കിടക്കില്ല. നമ്മൾ വന്നത് ആ മോളിൽ നിന്നാണ്. ആ മോളിൽ നിന്ന് സ്റ്റെപ്പ് ഇറങ്ങി താഴെ വരുമ്പോഴത്തേക്ക് ആ ഒരു കേവിനകത്തൂടെ നമുക്കൊരു വാട്ടർഫോൾ കാണാൻ പറ്റും. ഇതൊരു നല്ല അടിപൊളി കാഴ്ച കേട്ടോ, രക്ഷയില്ല കാഴ്ച കണ്ടോ. ഈ കേവിൻ്റെ അപ്പുറത്തായിട്ടാണ് നമ്മൾ നിന്നത്. നമ്മളവിടെ നേരത്തെ കണ്ടില്ല ഒരു കേവ്. ആ കേവിലെ വെള്ളം വരുന്നത് ഇതുവഴിയാണ്. ഇതുവഴി പോയിട്ട് ഈ താഴെക്കട പോകുന്നത്. പക്ഷേ നമുക്ക് ഇരുട്ടായതുകൊണ്ട് കാണാൻ പറ്റില്ല. അപ്പം മേളിൽ നിന്നുള്ള ഈ മേളിൽ നിന്ന് അങ്ങനെ നല്ല വെള്ളമൊക്കെ വീഴുന്നുണ്ട് കേട്ടോ. എനിക്കൊന്ന് ഡാർക്ക് ആയതുകൊണ്ടായിരിക്കാം. നല്ലപോലെ തെറ്റലുണ്ട് കേട്ടോ ഇവിടെ.
ആ ഒരു മഹാദേവൻ്റെ കയറിലോട്ട് പോകുന്നതിൻ്റെ ഉള്ളിൽ കാണുന്ന കാഴ്ചകളായി കാണുന്നത് എല്ലാം കണ്ടോ. ഒരു പാറയ്ക്ക് അകത്തുള്ള കാഴ്ചകളാണ്. അത് ഒരു സംഭവം തന്നെ കേട്ടോ, രക്ഷയില്ല. ഇതെന്തായാലും ഒരു 100 രൂപയ്ക്ക് വലിയ നഷ്ടമില്ല ഇത്രയും കാണുന്നില്ലേ. सबको आगे वाले बोलो यार, निकले वो फटाफट कितना टाइम लगाएगा സത്യം പറഞ്ഞാൽ അതിന് മുകളിൽ ഈ ഒരു പ്രകൃതിപരമായിട്ടുള്ള ഈ ഒരു കർവിൻ്റെ ഒരു ഭംഗിയുള്ളൂ കേട്ടോ. ആക്ച്വലി അതിനകത്തൊരു ജസ്റ്റ് ഒരു പശുക്കിടാവിൻ്റെ ഒരു സ്റ്റാച്ചു അത് മാത്രമേ ഉള്ളൂ ഇവിടെ. അതവിടെ എടുക്കാൻ Those doors, I'm a fool for your love.